ഇന്ന് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ണൻ്റെയും കല്യാണിൻ്റെയും കൂടി ഇരുന്ന് ചെറിയ പണികളുണ്ടായിരുന്നു കേട്ടോ. കല്യാണിക്കുട്ടിയുടെ സ്കൂളിൽ എക്സിബിഷനാണ് കേട്ടോ പിറ്റേ ദിവസം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തത് ഫാമിലി ട്രീയും അതുപോലെ സോഴ്സ് ഓഫ് വാട്ടറിൻ്റെ ചെറിയൊരു വർക്കുമായിരുന്നു കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ ഈ വക ഇങ്ങനെ കാർഡ്ബോർഡ് അതുപോലെ കളർ പേപ്പർ പെൻസിലൊക്കെ വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഒരു പിടുത്തമില്ലാത്തതുപോലെ കേട്ടോ. ഇപ്പോൾ കല്യാണി സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അതും ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ നമുക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഒരു ടച്ച് വിട്ടതുപോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ എന്നാലും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കാർഡ്ബോർഡൊക്കെ എടുത്തിട്ട് ഒരു ട്രീ ഒക്കെ സെറ്റാക്കി ഫാമിലി ട്രീ ഒക്കെ ആക്കിയിട്ടൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കാം. അപ്പോൾ രണ്ടാളും ഇത് എൻ്റെ അടുത്തിരുന്ന് കാണണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു കേട്ടോ. പക്ഷെ കല്യാണി കുറേ നേരം അവളവിടെ ലാപ്ടോപ്പൊക്കെ തുറന്ന് വെച്ച് ഇരുന്നു. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ടാണോ നിനക്ക് വേണ്ടിയിട്ടാണോ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആള് നമ്മുടെ എന്തെങ്കിലും നമ്മളെ കൂടെ നിൽക്കണ്ടേ. അപ്പം അങ്ങനെ കാണാണ്ടാകുമ്പോൾ നമുക്കും അമ്മമാരല്ലേ ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും. അപ്പം ഞാനങ്ങനെ കുറേയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ആളെൻ്റെ അടുത്ത് ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. അതും വലിയ പണിയായിപ്പോയി. ഹെൽപ്പ് ചെയ്ത് നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണമെന്നേ. അപ്പോൾ പിന്നെ കല്യാണി അങ്ങനെയാണ് കേട്ടോ. നമുക്ക് ചില സമയത്തൊക്കെ ചിരിയും വരും, സംശയങ്ങളും കാര്യങ്ങളും. ചില സമയത്തൊക്കെ നമ്മുടെ ബിന്ദുപ്പണിക്കരൊക്കെയാണ് കേട്ടോ കല്യാണി. ഭയങ്കര ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കണ്ണൻകുട്ടിയാണെങ്കിൽ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അവൻ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവളുടെ വക ഇങ്ങനത്തെ ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ അവൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം ചേട്ടനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ചേട്ടന് നല്ല മടിയാണ് ചെയറിലിരിക്കാനൊക്കെ. ഇരിക്കുന്നതൊക്കെ ഇഷ്ടമാണ്, പക്ഷേ നമ്മൾ ഉന്തി കൊണ്ട് നടക്കണം. ഉന്തി തള്ളിയൊക്കെ ആളെങ്ങനെ ഹാപ്പി ആക്കി വെക്കണം. ഇരുത്തിയോടെ തന്നെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ എന്താണ് രസമുള്ളത്. ഞങ്ങൾക്ക് ഇങ്ങനെ നീങ്ങണ്ടേ, എന്താ നീങ്ങാത്തെ. അപ്പോൾ കല്യാണിനോട് ഞാൻ പറയുന്നുണ്ട്, ഈ ചേട്ടൻ ഒന്നും കൊണ്ട് നടക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കല്യാണി എൻ്റെ ഇടയിൽ കൂടെ എനിക്കിവിടെ നല്ല പണിയാണ്, എനിക്ക് നാളെ എക്സിബിഷന് വേറെ എന്തൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ഞാനും കാണുന്നതും കൂടി അവളെ നല്ല രീതിയിൽ കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു സോഴ്സ് ഓഫ് വാട്ടറും അതുപോലെ ഫാമിലി ട്രീ ഒക്കെ സെറ്റ്. ടേബിൾ ആദ്യം നിറഞ്ഞു കേട്ടോ. ടേബിളൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കിയൊക്കെ വെച്ചതായിരുന്നു. ടേബിളിൽ ഇപ്പം എന്നോട് ദേഷ്യം തോന്നുന്നുണ്ട്. ഈശ്വര, എനിക്കൊന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ, നിറച്ച് സാധനങ്ങൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിടാണല്ലോ എന്ന്. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ പണിയൊക്കെ തീർത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് കേട്ടോ. വലിയ അടിപൊളി ഇതൊന്നും പറയാനില്ല. എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കൊടുത്തേക്കണമല്ലോ കല്യാണിക്കുട്ടിക്ക്. അപ്പോൾ അങ്ങനെ